സാറ് 99 ജൂലൈയിൽ നമ്മുടെ കാർഗിൽ വാർ വിജയ ദിവസമായിട്ട് പ്രഖ്യാപിക്കും. അതിനുശേഷം ഒരുവിധം ശാന്തമായിട്ട് വരികയായിരുന്നു. അപ്പോൾ 2000 ക്രിസ്മസ് ദിവസം ഉച്ചയ്ക്ക്, ക്രിസ്മസിൻ്റെ അന്നാണ്, ഉച്ചയ്ക്ക് 2:10 നമ്മുടെ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ജോർജ് ഫെർണാണ്ടസ് സാർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ മിനിസ്റ്റേഴ്സ് ഒക്കെ അവിടെ നമ്മുടെ ദർബാറിന് വരുമ്പോൾ മുൻകൂട്ടി അറിയിക്കാറില്ല, കറക്റ്റ് ഒരു ഫിക്സഡ് ടൈം അറിയിക്കാറില്ല, അത് ഒരു സീക്രട്ടാണ്. അപ്പോൾ അന്ന് അദ്ദേഹം അവിടെ ദർബാർ എടുക്കാൻ വരുന്നു എന്നുള്ളൊരു ന്യൂസ് പുറത്തു വന്നു. അദ്ദേഹത്തിന് അടിക്കാനായിരിക്കാം വന്നത്. ഒരു അഫ്ഗാൻ 17 വയസ്സുള്ള കൊച്ചു പയ്യന്. ഇദ്ദേഹം പഞ്ചാബീസിൻ്റെ ഏതൊരു ആളിൻ്റെ ഒരു 800 മാരുതി കാർ ക്യാപ്ചർ ചെയ്തു. അതിനകത്ത് RDX സെറ്റ് ചെയ്തു. ഇതിനകത്തേക്ക് ഇടിച്ച് കയറ്റുകയാണ്. അപ്പോൾ ഞാൻ ഓപ്പൺ ഡ്യൂട്ടിയാണ് നിന്ന്. ഈ BB ക്യാൻ്റ് എന്ന് പറഞ്ഞാൽ ബട്ടുവാറ ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്, BB ക്യാൻ. അപ്പോൾ അതിൻ്റെ കവാടം സീക്രട്ടായിട്ട് ഒരുപാട് സാധനങ്ങളുള്ളതാണ്, അതുകൊണ്ട് അത്രയും ഹൈ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇവിടേക്ക് ഈ പയ്യൻ കാറ് സ്പീഡ് എനിക്കിപ്പോൾ മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ അതിൻ്റെ ശബ്ദം ഭയങ്കര ശബ്ദത്തോടു കൂടി ഓടി വളച്ച് അകത്ത് കൊണ്ടുവന്ന് ഇടിച്ചു ഓഫായി വണ്ടി. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി കയറാതിരിക്കാൻ വേണ്ടി 6 മാസത്തിൽ ഒരിക്കൽ അവിടെ ഒരു വണ്ടി ബ്ലാസ്റ്റ് ആവും, കയറും. ടയറുകൾ, സാൻഡ് ബാഗുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഓടി കയറി. അപ്പോൾ ഞാനും ഔട്ട്ഡോർ ഡ്യൂട്ടിയാണ്. ഞാൻ ഓടി വാറിൻ്റെ അടുക്ക ചെന്നിട്ട് ഡോറിൽ ഇങ്ങനെ പിടിച്ചു, ഈ കൈ കൊണ്ട് പിടിച്ചപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ, സിംഗിൾ, നീല ജീൻസ്, നീല ഷർട്ട്, അതേ സെയിം ഒരേ കളറുള്ള പാൻറ് ഷർട്ട്, കൊച്ചു പയ്യനാണ്. അപ്പോൾ ഞാൻ ഈ കൊച്ചു പയ്യനായതുകൊണ്ട് ഇവനെ ഒരു മിലിട്ടനായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലോട്ട് ആയില്ല, ഇത്രയും കൊച്ചു പയ്യനാണ്. ഇവനിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട്, അപ്പം ഞാനിങ്ങനെ കൈ എത്തിയിട്ട് കോളറിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പുറത്തോട്ട് എടുക്കാനും. പിന്നെ എനിക്കൊന്നും അറിയില്ല, പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും എനിക്കറിയില്ല. ഒരു ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കുന്ന പോലെ തോന്നി, അത്ര മാത്രമേ ഉള്ളൂ. ഇതേ സമയം ഓപ്പോസിറ്റ് നിന്ന് എൻ്റെ കൂടെ ഒന്ന് രാവിൽദാർ വിജയകുമാർ എന്ന് പറഞ്ഞു.